പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചൻജംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകടസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. ആതിര, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയ്ക്ക് പുറമെ റെയിൽവേ മന്ത്രാലയം 10 ലക്ഷം കൂടി ധനസഹായം പ്രഖ്യാപിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകുമെന്ന് റെയിൽവേ മന്ത്രാലയം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അല്പസമയം മുമ്പ് ആതിര പറഞ്ഞതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. തുടരന്വേഷണത്തിനുള്ള സാധ്യത, അതായത് തുടർന്ന് ഈ അപകടം സംബന്ധിച്ച അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതായും അത് പുരോഗമിക്കുന്നതായും അദ്ദേഹം കൃത്യമായി അറിയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ 8:30 15 പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടം ഉണ്ടാവുകയായിരുന്നു. അതായത് കാഞ്ചൻജംഗ എക്സ്പ്രസ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രാക്കിലേക്ക് സിഗ്നൽ തെറ്റിച്ച് ഗുഡ്സ് ട്രെയിൻ എത്തുകയും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പുറകിൽ ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 15ഓളം പേരാണ് മരിച്ചത്. അതിൽ ഒരാൾ ഈ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് കൂടിയാണ് മരണപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാനാകുന്ന വിവരം. 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമല്ല എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവരുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഒരു മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, ഈ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ റൂട്ടുകളിലെ 24ഓളം ട്രെയിനുകൾ ഡൈവേർട്ട് ചെയ്തതായും റെയിൽവേ അറിയിക്കുന്നുണ്ട്. ഈ റെയിലുകളുടെ പുനഃസ്ഥാപനം, അതുപോലെ തന്നെ ഈ തകർന്ന കോച്ചുകളും അതുപോലെ തന്നെ മറ്റു ഗുഡ്സ് വാഹകങ്ങളുടെ പാർട്ടുകളും എല്ലാം തന്നെ മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ റെയിൽവേ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്, ട്രാക്കിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നുവെന്നും റെയിൽവേ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ, അതായത് ജീവൻ രക്ഷിക്കുന്ന നടപടിക്രമങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകിയതിനു ശേഷം തുടർ നടപടികൾ, അതായത് റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക, അതുപോലെ തന്നെ റെയിലുകൾ പുനഃസ്ഥാപിക്കുക, അത് മറ്റു സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ സാധിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, ഈ അപകടത്തിൽ 15 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ റെയിൽവേ മന്ത്രാലയം ഈ ഒരു സന്ദർശനം നടത്തുന്ന സമയത്ത് പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും അവരുടെ അപകടസ്ഥിതി തുടരുന്നതിനെ പറ്റി അങ്ങനത്തെ എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? അതിന് നിലവിൽ നമുക്ക് ലഭ്യമായ വിശദീകരണങ്ങൾ അനുസരിച്ച് ബാക്കിയുള്ള 60 പേരുടെ ആ പരിക്ക് അതീവ ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇവരെ അടിയന്തരമായ ആശുപത്രികളിലും അനുബന്ധമായ ആശുപത്രികളിലും എത്തിച്ചിരുന്നു. വളരെ കുറച്ചു പേരെ മാത്രമാണ് മികച്ച സൗകര്യങ്ങളിലേക്ക് ലഭിക്കുന്ന റഫറൽ ആശുപത്രിയിലേക്കെല്ലാം തന്നെ മാറ്റുന്ന നീക്കങ്ങളുണ്ടായത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമല്ല, പ്രാഥമിക ശുശ്രൂഷ നൽകി പോലും വിട്ടയക്കാവുന്ന അപകടങ്ങളിലാണ് കുറേയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 3 കോച്ചുകൾ പാളം തെറ്റുകയായിരുന്നു. ആ പാളം തെറ്റിയ കോച്ചുകളിലാണ് യാത്രക്കാരുണ്ടായിരുന്നത്. മറ്റ് അവസാനത്തെ കോച്ചിൽ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ അവസാനത്തെ ബോഗിയാണ് ഈ ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിന് മുകളിലേക്ക് ഇടിച്ചു കയറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ ബോഗിയിൽ മനുഷ്യരെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് സഞ്ചരിക്കുന്ന ഒരു ബോഗിയല്ല, ലഗേജ് വാനാണ്. അതുപോലെ തന്നെ ബ്രേക്ക് വാൻ സംവിധാനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അപകടം അതീവ ഗുരുതരമായ ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി പറയത്തക്ക ആശങ്കകൾ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെ പറയാമെങ്കിലും സ്വാഭാവികമായുമുള്ള മെഡിക്കൽ രംഗത്തെ മെഡിക്കൽ സംവിധാനങ്ങളുടെ ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങൾ അനിവാര്യമാണ് എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത വലിയ തോതിൽ ഇല്ല എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായെങ്കിലും മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. അതെ, ശരി. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 മരണം സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചരക്ക് ട്രെയിൻ സിഗ്നൽ മറികടന്ന് കാഞ്ചൻജംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകടസ്ഥലത്ത് സന്ദർശനം നടത്തി. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.